ജെൽസ് ജെൽസ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ സിസ്റ്റമാണ്. ഓക്കെ, കൊളോയിഡൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിസ്പേഴ്സ്ഡ് മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും ഉള്ള എന്താണ് ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ജെൽസ് എന്ന് പറഞ്ഞാൽ ജെലി ലൈക്ക് സബ്സ്റ്റൻസസ് ആണ്. ജെലി ലൈക്ക് സബ്സ്റ്റൻസ് പോലുള്ള ജെലി ലൈക്ക് കൊളോയിഡൽ സിസ്റ്റം ആണുള്ളത്. ആൻഡ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ് മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് ആണ് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ്. ലിക്വിഡ് ആണ് അവിടുത്തെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് സോളിഡ് ആണ് അവിടുത്തെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോളിഡ് ആണ് അവിടുത്തെ ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ് ലയോഫിലിക് ആൻഡ് ലയോഫോബിക് സോൾട്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് എന്താണ് സെവറൽ ലയോഫിലിക് ആൻഡ് ലയോഫോബിക് സോൾട്സ്. ലയോഫിലിക് സോൾട്സ് മീൻസ് എന്താണ്, ഡിസ്പേർഷൻ ഫേസും ഡിസ്പേർഷൻ മീഡിയം തമ്മിലുള്ള പാർട്ടിക്കിൾസിന് എന്തുണ്ട്, ഒരു അഫിനിറ്റി ഉണ്ട്. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ ആ അഫിനിറ്റി അവരുടെ പാർട്ടിക്കിൾസ് തമ്മിലില്ല. ഓക്കെ, അവരെന്ത് ചെയ്യുകയാണ്, സർട്ടൻ കണ്ടീഷൻസിൽ കൊയാഗുലേറ്റ് ചെയ്ത് ഒരു സെമി റിജിഡ് മാസ് ആയിട്ടുള്ള എന്തായിട്ട് മാറുകയാണ്, എൻക്ലോസിങ് ദ എൻറ്റയർ എമൗണ്ട് ഓഫ് ലിക്വിഡ് എന്ത് ചെയ്യുന്നു, ആ സോളിഡിലേക്ക് അടങ്ങുന്ന വിധം ഒരു സെമി റിജിഡ് മാസ് ആയിട്ട് മാറുകയാണ്. ആ പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വാം സോൾ ഓഫ് ജെലാറ്റിൻ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സെമി സോളിഡ് മാസ് ആയിട്ട് അവിടെ കാണും. അതിനെയാണ് നമ്മൾ ജെൽ എന്ന് പറയുന്നത്. ആൻഡ് ജെൽ ഫോർമേഷൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ ജിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നു, അതിനെ പാർഷ്യൽ കൊയാഗുലേഷൻ എന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നതിനാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ജെൽസ് രണ്ട് തരത്തിലുണ്ട്, എലാസ്റ്റിക് ജെൽസ് ഉണ്ട്, നോൺ എലാസ്റ്റിക് ജെൽസ് ഉണ്ട്. എലാസ്റ്റിക് ജെൽസ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോഴത്തേക്ക് ഗ്രാജുവലി അത് എലാസ്റ്റിക് സോളിഡ് ആവുന്നു ആൻഡ് ചേഞ്ച് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഫോം ഓൺ സിമ്പിൾ അഡീഷൻ ഓഫ് വാട്ടർ ഫോളോഡ് ബൈ വാർമിംഗ് ഇഫ് നെസസറി. എന്ന് പറഞ്ഞാൽ എന്താണ്, എലാസ്റ്റിക് ജെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാർഷ്യൽ ഡീഹൈഡ്രേഷൻ നടത്തുമ്പോൾ തന്നെ അത് എലാസ്റ്റിക് സോളിഡ് ആയിട്ട് അത് ഒറിജിനലി ഏത് ഫോമിലായിരുന്നോ അതേ ഫോമിലേക്ക് തിരിച്ചു വരുന്നു. ഓക്കെ, ഓൺ സിമ്പിൾ അഡീഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ പിന്നെ വാം ചെയ്യുമ്പോഴോ. അപ്പോൾ എലാസ്റ്റിക് ജെൽസ് റിവേഴ്സിബിൾ ആണ്. ചേഞ്ച് ദെയർ ഷേപ്പ് ഓൺ അപ്ലൈയിങ് ഫേസ് ആൻഡ് റിട്ടേൺ ടു ഒറിജിനൽ ഷേപ്പ് വെൻ ഫോഴ്സ് ഈസ് റിമൂവ്ഡ്. നമ്മുടെ എന്താണ് സ്പ്രിങ് പോലെ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ എക്സാമ്പിളാണ് ജെലാറ്റിന്, സ്റ്റാർച്ച്, സോപ്പ്, ഇവയൊക്കെ അതിൻ്റെ എലാസ്റ്റിക് ജെൽസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, എലാസ്റ്റിക് ജെൽസ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, കൂളിംഗ് ഫെയർലി കോൺസെൻട്രേറ്റഡ് ലയോഫിലിക് സോൾട്സിനെ കൂൾ ചെയ്തിട്ട്. ഓക്കെ, ആൻഡ് ലിങ്കേജ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്തുകൊണ്ടാണ്, ഇലക്ട്രിക്കൽ അട്രാക്ഷൻ കൊണ്ടാണ്. ആൻഡ് ദേ ആർ നോട്ട് റിജിഡ്, അവർ റിജിഡ് അല്ല. നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ എലാസ്റ്റിക് ജെൽസ് എന്ന് പറയുന്നത്. ദീസ് ആർ ജെൽസ് വിച്ച് ഓൺ ഹൈഡ്രേഷൻ ഗീവ് എ ഗ്ലാസി പൗഡർ. ഓക്കെ, ഒരു ഗ്ലാസി പൗഡർ ആയിട്ടാണ് അവർ മാറുന്നത്. ആൻഡ് വിച്ച് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ഇലാസ്റ്റിസിറ്റി, അതിന് ഇലാസ്റ്റിസിറ്റി ഇല്ല. ഓക്കെ, ദ ഗ്ലാസി പൗഡറിനെ നമുക്ക് എന്ത് ചെയ്യാം, അത് റിവേഴ്സിബിൾ അല്ല, അവർ ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, കെമിക്കൽ ചേഞ്ച് ഇറിവേഴ്സിബിൾ ആണെന്ന് പറയുന്ന കൂട്ടാണ് നോൺ എലാസ്റ്റിക് ജെൽസിൻ്റെ കേസ്. ആൻഡ് ദേ ആർ വെരി റിജിഡ്. ഓക്കെ, എക്സാമ്പിൾ ആണ് സിലിക്ക, അലുമിനിയം, ഫെറിക് ഓക്സൈഡ് പോലത്തെ ജെല്ലുകൾ എന്താണ്, നോൺ എലാസ്റ്റിക് ജെൽസ് ആണ്. അപ്പോൾ സിലിക്ക ജെല്ലിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അഡീഷൻ ഓഫ് വാട്ടർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, റീസെറ്റ് ഇൻ ടു ഫോം ഓഫ് എ ജെൽ എന്ന് പറയുന്ന രീതിയിൽ വരുന്നു. ഓക്കെ, സിലിക്ക ജെൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്,
കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ സോഡിയം സിലിക്കേറ്റ് സൊല്യൂഷൻ ഓഫ് കറക്റ്റ് കോൺസെൻട്രേഷന് സോഡിയം സിലിക്കേറ്റ് സൊല്യൂഷനിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റിസൾട്ടിങ് മോളിക്യൂൾസ് ആയിരിക്കും സിലിസിക് ആസിഡ്. അത് പോളിമറൈസ് ചെയ്താണ് സിലിക്ക ജെൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അവർ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൊവാലൻ ബോണ്ട് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർക്കൊരു റിജിഡിറ്റി വരാൻ കാരണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇംബൈബിഷൻ ഓർ സ്വെല്ലിംഗ് എന്ന് പറയുന്നത്. വാട്ടറിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എലാസ്റ്റിക് ജെൽസ് വാട്ടറിനെ ഇംബൈബ് ചെയ്യുന്നു, സ്വെല്ല് ചെയ്യുന്നു, നമ്മുടെ മുന്തിരി ചെയ്യുന്ന പോലെ. ആ ഫെനോമിനെയാണ് ഇംബൈബിഷൻ എന്ന് പറയുന്നത്. ബട്ട് നോൺ എലാസ്റ്റിക് ജെൽസ് ഈ ഫെനോമിനെ എക്സിബിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആൻഡ് ദ ഇംബൈബിഷൻ്റെ എക്സ്റ്റെൻറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ pH ആൻഡ് ഈസ് മിനിമം അറ്റ് ദ ഐസോ ഇലക്ട്രിക് പോയിന്റ്. അത് ഐസോ ഇലക്ട്രിക് പോയിന്റിൽ മിനിമം ആയിരിക്കും. സിനർജിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനർജിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജെൽസിനെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജെല്ല് ഷ്രിങ്ക് ചെയ്തിട്ട് അതിനകത്ത് ലിക്വിഡ് എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്യുന്നു. അതിനകത്താണല്ലോ ലിക്വിഡ് ഉള്ളത്. ആ സോളിഡ് മാസിൻ്റെ അകത്താണ് ആ ലിക്വിഡ് ഇരിക്കുന്നത്. ആ ഫെനോമിനെയാണ് നമ്മൾ വീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കൊടുത്താലും ഈ ഒരു പ്രോസസ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആംഫോട്രിക് പ്രോട്ടീൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം സിനറിസിസ് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം മോളിക്യൂൾസ് അതിൽ എന്താണ്, ഓപ്പോസിറ്റ് ചാർജുള്ള മോളിക്യൂൾസ് ഈക്വൽ നമ്പറിൽ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ജെല്ലിൻ്റെ മോളിക്കുലർ ഫ്രെയിം വർക്കിൽ നമുക്ക് ഷ്രിങ്കേജ് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി തിക്സോട്രോപ്പി. ഓക്കെ, അത് എന്താണ്? ഈ പറയുന്ന ജെൽസ് കാണിക്കുന്ന ഒരു തരം ഇതാണ്. ജെൽസ് ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഫൈ ചെയ്യുന്നു ടു കറസ്പോണ്ടിങ് സോൾ ആയിട്ട് മാറുന്നു. ആൻഡ് റീസെറ്റ് ടു ദ ജെൽ വെൻ അലൗഡ് ടു സ്റ്റാൻഡ്. ഈ റിവേഴ്സിബിൾ സോൾ ജെൽ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ തിക്സോട്രോഫി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്? ജെൽസിനെ ഷെയ്ക്ക് ചെയ്താൽ അവർ ലിക്വിഫൈ ചെയ്തിട്ട് കറസ്പോണ്ടിങ് സോൾ ആയിട്ട് മാറുന്നു. ആൻഡ് വീണ്ടും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? ജെല്ലായിട്ട് റീസെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫെറിക് ഫോസ്ഫേറ്റ് പോലെയുള്ള ജെൽ, ഫെറിക് ഓക്സൈഡ്, സിൽവർ ഓക്സൈഡ് പോലെയുള്ള ജെൽസ് ഈ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. പെയിൻറ്, മോഡേൺ തിക്സോട്രോപ്പിക് പെയിൻറ്റും അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഇനി മിസല്ലേസ്. നമുക്കെല്ലാം വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് മിസല്ലേസ് എന്ന് പറയുന്നത്. ലയോഫിലിക് സോൾട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ലയോഫിലിക് സോൾട്സ് മീൻസ് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയത്തിലെ പാർട്ടിക്കിൾസും തമ്മിൽ ഒരു അഫിനിറ്റി ഉണ്ട്. ഓക്കെ, ലയോഫിലിക് സോൾട്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ബിഗ് മോളിക്യൂൾസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്രോ മോളിക്യൂൾസ് ആയിരിക്കും. ഓക്കെ, സ്റ്റേബിൾ മാക്രോമോളിക്കുലർ കൊളോയിഡൽ സൊല്യൂഷൻസ് പാർട്ടിക്കിൾസ് ഓഫ് കൊളോയിഡൽ ഡയമെൻഷൻ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് ആയിരിക്കും വിച്ച് ആർ ഹെൽഡ് ബൈ ട്രൂ കെമിക്കൽ ബോണ്ട്. അവർ സ്റ്റേബിൾ ആകാനുള്ള കാരണം എന്താണ്? ട്രൂ കെമിക്കൽ ബോണ്ട് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് കൊളോയിഡൽ സൊല്യൂഷൻ ഫോംഡ് ഫ്രം മാക്രോമോളിക്കുലർ കൊളോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ ആണ്. ഓക്കെ, ആ ടൈപ്പ് ഓഫ് കൊളോയിഡ്സിനെയാണ് നമ്മൾ അസോസിയേഷൻ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, and these are formed by the aggregation of molecules smaller than colloidal particle. colloidal particlesനേക്കാളും കുഞ്ഞതായിട്ടുള്ള മോളിക്യൂൾസിൻ്റെ അഗ്രിഗേഷൻ മൂലമാണ് ഈ ടൈപ്പ് ഓഫ് കൊളോയിഡ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ മോളിക്യൂൾസ് ഓഫ് സോപ്സ്, ഡിറ്റർജൻസ് പോലുള്ള മോളിക്യൂൾസ് എന്താണ്? അതിൻ്റെ മോളിക്യൂൾസ് എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾസിനേക്കാളും സ്മോളർ ആണ്. ഓക്കെ, അതുകൊണ്ട് അവ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻസിൽ എന്ത് ചെയ്യുന്നു? ഇത് അഗ്രിഗേറ്റ് ചെയ്യുന്നു. Okay, substances whose molecules aggregate spontaneously in a given solvent to form particles of colloidal dimensions. എന്താണ്? ഒരു ഗീവൺ സോൾവെൻറ്റിൻ്റെ മോളിക്യൂൾസ് അഗ്രിഗേറ്റ് ചെയ്യുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യുന്നു ടു ഫോം കൊളോയിഡൽ ഡയമെൻഷൻസിൻ്റെ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ അസോസിയേറ്റഡ് അല്ലെങ്കിൽ അസോസിയേഷൻ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ അഗ്രിഗേറ്റ്സ് വിച്ച് ദീസ് കൊളോയിഡ്സ് ഫോം ഇൻ സൊല്യൂഷൻ, ആ അഗ്രിഗേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിസല്ലേസ് എന്ന് പറയുന്നത്. ചില മിസല്ലേസിൻ്റെ എക്സാമ്പിളാണ് സോഡിയം സ്റ്റീറേറ്റ്, സോഡിയം ഡോഡെക്കൈൽ സൾഫേറ്റ്. ഇവരൊക്കെ മിസല്ലേസിൻ്റെ എന്താണ്? എക്സാമ്പിളാണ്. ഇനി മോളിക്യൂൾസ് ഓഫ് അസോസിയേഷൻ കൊളോയിഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലയോഫോബിക്കും ആണ്, ലയോഫിലിക് ഗ്രൂപ്പും ഉണ്ട്, ലയോഫോബിക് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അവരുടെ ഡ്യുവൽ ക്യാരക്ടർ കൊണ്ട് അവർ ആംഫിതെറ്റിക് ആണെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ,
ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഡിയം സ്റ്റീറേറ്റ് നമ്മൾ വാട്ടറിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഹാവ് Na+ ആൻഡ് an anion, സ്റ്റീറേറ്റ് അയോൺ. ഓക്കെ, 70 സെപ്പറേറ്റ് അയോൺസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഒരു മിസല്ലേ എന്ന് ഫോം ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെറേറ്റ് അയോണിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ലോങ് ഹൈഡ്രോകാർബൺ ചെയിൻ നമുക്ക് അവയിൽ കാണാൻ സാധിക്കും വിത്ത് എ പോളാർ COO- ഗ്രൂപ്പ് അറ്റ് എൻഡ്. സിഗ്സാഗ് ഹൈഡ്രോകാർബൺ ടെയിലും നമുക്കുണ്ട്, വേവി ലൈൻസ് ഉള്ളത്. ഓക്കെ, ഇതാണ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് COO- അയോൺ എന്ന് പറയുന്നത്. ഓക്കെ, പോളാർ ഹെഡ് ആണ് അവർക്കുള്ളത് വിത്ത് എ ഹോളോ സർക്കിൾ. ഇതാണ് പോളാർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മിസല്ലേ ടെയിൽസ് എന്താണ്, വാട്ടറിൽ, ഇവയെല്ലാം എന്താണ്, വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. ഓക്കെ, ആൻഡ് ഡയറക്റ്റ്, അതുകൊണ്ടാണ് സെൻറ്ററിലേക്ക് അവർ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇൻസോലുബിൾ ടെയിൽ എന്ന് പറയുന്നത്, ഇതാണ് പോളാർ ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വിച്ച് ആർ ഡയറക്റ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ, വൈൽ ദ പോളാർ എന്ന് പറയുന്ന ഹെഡ് എന്ന് പറയുന്നത് ഇവരാണ് വാട്ടറിൻ്റെ കോണ്ടാക്റ്റിലേക്ക് വരുന്നത്, ഈ ഹെഡ്. ഓക്കെ, ചാർജ് ഓൺ ദ മിസല്ലേ ഡ്യൂ ടു പോളാർ ഹെഡ്, അതാണ് ഈ ചാർജാണ് ഇവരുടെ സ്റ്റെബിലിറ്റിക്ക് കാരണമെന്ന് പറയുന്നത്. ഇതൊരു സോപ്പ് മിസല്ലയുടെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ, ചുറ്റും സോഡിയം അയോൺസ് ഉണ്ട്. ഓക്കെ, മിസല്ലേ ഈസ് ഫോംഡ് ബൈ എബോവ് എ സർട്ടൺ മിനിമം ടെമ്പറേച്ചർ ആൻഡ് എബോവ് എ സർട്ടൺ മിനിമം കോൺസെൻട്രേഷൻ. ഓക്കെ, ആ ലോവർ ലിമിറ്റ് കോൺസെൻട്രേഷൻ്റെ ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ മിസല്ലേ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഏത് ലോവസ്റ്റ് ടെമ്പറേച്ചറിലാണോ മിസല്ലേ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പോയിന്റ് എന്താണ്, ഒരു സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അതിനകത്തുള്ള സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും താഴെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.